നമ്മളങ്ങനെ വലിയൊരു യാത്ര ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. ഇവിടുന്ന് അങ്ങനെ കോഴിക്കോട് വയനാട് വഴി ടച്ച് ചെയ്തിട്ട് നമ്മൾ മൈസൂർ വഴി ഷിമോഗയിലേക്ക് എത്തുകയാണ്. നമ്മുടെ യാത്ര ഷിമോഗയിൽ മാത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല കേട്ടോ. നമ്മൾ നേരെ ഹംപി വരെ പോയിട്ട് അവിടുന്ന് തിരിച്ചു പോരുകയാണ്. അവിടുന്ന് പോരുന്നതും നമ്മൾ മൈസൂർ വഴി തന്നെയാണ്. മടങ്ങി വരുന്ന യാത്ര ബന്ദിപ്പൂർ ഫോറസ്റ്റ് ഒക്കെ കയറിയിട്ട് നിലമ്പൂർ വഴിയാണ്. ഏകദേശം 2000 കിലോമീറ്ററോളമുള്ള ഒരു നീണ്ട യാത്ര. ആ യാത്ര നമ്മൾ വയനാട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. മാനന്തവാടി കൂടെ വേറെ റൂട്ടില്ലേ? ഉണ്ട്. അവിടെ മൃഗങ്ങളെ കാണാറുണ്ടോ അല്ലേ? തോൽപ്പെട്ടിയാ ആ റൂട്ടിൽ കാണുവോ? മൃഗങ്ങളെ കാണാം. കൂട്ടാൻ ചൂടുണ്ട്, വെള്ളപ്പം ചൂടില്ല. നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു ചെക്ക് പോസ്റ്റിൽ ചെറിയൊരു ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ഈ മുത്തങ്ങ ഫോറസ്റ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. രാവിലത്തെ സമയമായതുകൊണ്ട് തന്നെ അത്യാവശ്യം മൃഗങ്ങളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ യാത്ര തിരിക്കുന്നത്. കാടിനുള്ളിൽ കൂടെയുള്ള നല്ല അടിപൊളി റോഡ് കൂടെയാണ് നമ്മുടെ യാത്ര ഉള്ളത്. നമുക്ക് ചുറ്റിലും ഞങ്ങൾ നോക്കി പതുക്കെയാണ് നമ്മുടെ യാത്ര ഉള്ളത്. നമ്മുടെ യാത്രയുടെ തുടക്കം തന്നെ മോശമായില്ല കേട്ടോ. കുറേ മാനുകളെയാണ് നമുക്ക് ആദ്യം കാണാൻ കിട്ടിയത്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ആനയും അതുപോലെ തന്നെ ആനയുടെ കുട്ടിയും കൂടെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റിയത്. മൃഗങ്ങളൊന്നും ശല്യപ്പെടുത്താതെ കുറച്ച് നേരം നിർത്തി ആനേനെയൊക്കെ കണ്ട് നമ്മൾ പതുക്കെ യാത്ര തുടരും കേട്ടോ. വളരെ വലിയ കൊമ്പോട് കൂടിയിട്ടുള്ള ഒരു കുട്ടി കൊമ്പനെയാണ് നമുക്ക് കാണാൻ കിട്ടിയിട്ടുള്ളത്. അവിടേക്കുള്ള പുല്ലാണ് കേട്ടോ ഈ ആന പറിച്ച് നിന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളപ്പോൾ ഇങ്ങനെ മുത്തങ്ങ കാടും കടന്ന് ഗുണ്ടൽപേട്ട് എത്താറായിട്ടുണ്ട്. പോകുന്ന വഴി എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള റൂട്ടാണ്. ആദ്യം അങ്ങോട്ട് പോകണം അതോ ചെണ്ടുവലിയാണോ? വണ്ടിയില്ലല്ലോ നോക്കട്ടാ, ഇവിടെ ഭയങ്കര സ്പീഡാവും. വീടിന്റെ മൊത്തം വണ്ടി വണ്ടി ഓഫാക്കിയിരിക്കില്ല. അവിടെയൊക്കെ വിത്തിട്ട് വെച്ചിട്ടുണ്ടാണോ? ഇത് സൈഡിൽ കൂടെ മുഴുവൻ സൂര്യകാന്തി തോട്ടങ്ങളാണ് നമ്മുടെ ചുറ്റും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ നിർത്തി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് പോവാന്ന് വിചാരിച്ചു. അതെ, 3 ഐറ്റം ഉണ്ട്. വാടമല്ലി, സൂര്യകാന്തി, ചെണ്ടുമല്ലി. ആ, അങ്ങോട്ടും പോലെ. ആ, ആ എടുക്കാം, ഫോട്ടോ എടുത്തരാം. നടന്നോ? ആ, അടുത്ത് നമ്മൾ പോണത് മൈസൂരിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് ലൊക്കേഷൻ ആയിട്ടുള്ള മൈസൂർ പാലസിലേക്കാണ്. എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ 5:30 വരെയാണ് നമുക്കിവിടെ കയറാനുള്ള സമയമുള്ളത്. അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്ത് നമ്മൾ അകത്ത് എത്തിയിട്ടുണ്ട്. കുതിര അല്ലേ പഴയ പോലെ? കൊട്ടാരത്തിന്റെ മുന്നിൽ പടയാളികൾ നിർത്തിക്കുന്നുണ്ട്. അതെ, way to palace. പോരുന്നോ?
കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന മൈസൂരിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കൊട്ടാരമാണ് മൈസൂർ പാലസ്. വാഡിയർ രാജാക്കന്മാർ 14-ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു കൊട്ടാരം നിർമ്മിക്കുന്നത്. പക്ഷെ പിന്നീട് ഒരുപാട് വട്ടം ഈ ഒരു കൊട്ടാരം തകർക്കപ്പെടുകയും അതുപോലെ തന്നെ പുനർനിർമ്മിക്കപ്പെടുകയും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇന്ന് കാണുന്ന ഈ ഒരു കൊട്ടാരത്തിൻ്റെ നിർമ്മാണം 1897 ആരംഭിക്കുന്നത്. 1912 ഇതിൻ്റെ പണി പൂർത്തീകരിച്ചത്. അതിനുശേഷം 1940 വീണ്ടും ഈ ഒരു കൊട്ടാരം പുതുക്കി പണിയുണ്ടായിട്ടുണ്ട്. പഴയകാലത്തെ പല ഫോട്ടോസും ഇവിടെ ചുമർ ചിത്രങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വളരെ വലിയതും മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുള്ള ഒരു കൊട്ടാരമാണ് നമ്മൾ കാണുന്നത്. ചില അറ്റകുറ്റപ്പണികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനകത്തേക്കൊന്നും കടക്കാനുള്ള അനുവാദം നമുക്കില്ല. ഇല്ലമ്മേ, ഇത് ലിഫ്റ്റാണ്. അന്നത്തെ കാലത്ത് ഈ ലിഫ്റ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ടെക്നോളജി ആലോചിക്കും. എന്തൊക്കെയാ കാണാനൊന്നുമില്ല. കയറല്ലേ ഇൻഡോസ് ആർസനിക് എന്നറിയപ്പെടുന്ന വാസ്തുശൈലിയാണ് മൈസൂർ കൊട്ടാരത്തിൻ്റെ നിർമ്മാണത്തിന് അനുവർത്തിച്ചിട്ടുള്ളത്. പലതരത്തിലുള്ള വാസ്തുവിദ്യകളുടെ ഒരു സങ്കര രൂപമാണ് ഇവിടെ കാണാൻ പറ്റും. 3 നിലയിൽ തീർത്തിട്ടുള്ള ഈ ഒരു കൊട്ടാരത്തിൻ്റെ ചുറ്റും വലിയൊരു ഉദ്യാനമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കഴുകന പക്ഷി എന്തൊക്കെയാണ് പക്ഷികളാണ്. എന്നെ കാണാല്ലേ. പ്രൈവറ്റ് ദർബാറുകളാണ്. ദർബാറുകൾ നടത്തൂലേ പ്രൈവറ്റ് പ്രൈവറ്റായിട്ട് നടത്തുന്ന രാജാക്കം അവരുടെ മാത്രമായിട്ടുള്ള ദർബാറുകൾ. ദർബാറിലുണ്ടാവുമല്ലോ.
ഈ ഒരു കൊട്ടാരത്തിനകത്ത് നമുക്ക് 12 ഹൈന്ദവ ക്ഷേത്രങ്ങളും കാണാൻ പറ്റും. അതിൽ ഏറ്റവും പഴക്കമേറിയത് 14-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചിട്ടുള്ളതാണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാണാം.